ഹലോ ഗൈസ്, നമ്മൾ മൂന്നേരും കൂടി ഒന്ന് ബ്രോഡ്വേ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പോകുമ്പോഴത്തേക്കും 10 ട്രെയിനാണ് പോകണതുകൊണ്ട് എത്തുമ്പോഴും വൈകും, വീട്ടിൽ വരുമ്പോഴും വൈകും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചൊന്ന് കുറച്ച് രാവിലെ പോകാമെന്ന്. അങ്ങനെ നമ്മൾ 7:20 പ്രിയദർശിനിയുടെ 0 ടിക്കറ്റിലാണ് നമ്മളിന്ന് പോയത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള തിരക്കാണ്. കാല് കുത്താനാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എറണാകുളത്ത് എത്തി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഒരു ചായയും ഒരു സമൂസയും കൂടെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു തൽക്കാലത്തേക്ക്. ഒന്ന് അവിടം വരെ ബ്രോഡ്വേ വരെ എത്താനുള്ളൊരു എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പോൾ അത് അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചത് സമൂസയാണ്. പിന്നെ നമ്മൾ ബ്രോഡ്വേയിൽ മറൈൻ ഡ്രൈവിലാണ് വന്നത്. ആദ്യം ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചു. അവിടെ നിന്നൊരു ചായ കുടിച്ചു. ചായ കുടിക്കുകയും ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുത്ത് എല്ലാവരും ഒരു പെട്ടിഷയൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല ചായയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ അവിടത്തെ ആ കായലിൽ മല വീശാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. പുള്ളി ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ മീൻ കിട്ടി. പിന്നെ നമ്മളത് ബ്രോഡ്വേയിലെത്തി. കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ ബ്രോഡ്വേയിലോട്ട് പോന്നു. അങ്ങനെ നമ്മൾ ഒരു സർപ്ലസ് സ്റ്റോർ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 1 കിലോ ഡ്രസ്സിന് ഇത്ര 799 അങ്ങനെ എന്തോ. അപ്പോൾ അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുറേയൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. നമ്മൾ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലതൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ നല്ലപോലെ നോക്കിയെടുക്കണം. കുറേയൊക്കെ പഴകിയത് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലപോലെ നോക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ വേറൊരു സർപ്ലസ് കണ്ടു. അങ്ങനെ അവിടെ കയറി. അവിടെ കുഴപ്പമില്ലായിരുന്നു. സർപ്ലസ് എല്ലാം ഇതുപോലെ കുറേയൊക്കെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കും. പക്ഷെ നമ്മൾ നോക്കിയെടുത്താൽ 100 ഒരെണ്ണമൊക്കെ നമുക്ക് നല്ലതായിട്ട് കിട്ടും. അങ്ങനെ അവിടെ നിന്ന് 1-2 ഡ്രസ്സ് അവർക്ക് എടുത്തായിരുന്നു. നമ്മളത് ഈ ടോപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത്. ഒത്തിരി പൈസയൊന്നും ആവത്തൊന്നുമില്ല സർപ്ലസ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഈ ഹാമ്പറിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനത്തെ കുഞ്ഞു റോസയൊക്കെ വാങ്ങിച്ചു. ഇവിടെ എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ തരുന്നത് എറണാകുളം ബ്രോഡ്വേയിൽ. പിന്നെ നമുക്കൊരു ബാഗ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ബാഗ് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ കയറി. നമുക്ക് വലിയ മറ്റേ ടൂറിസ്റ്റ് ബാഗ് പോലത്തെ ബാഗും സാധാ ബാഗ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ ടൂറിസ്റ്റ് ബാഗ് വാങ്ങിച്ചത് അവിടെ തോളിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ അധികം അലച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറുന്നുണ്ട്. മന്തിക്കട എവിടെയെങ്കിലും കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് 1-1.5 കിലോമീറ്ററോളം നടന്ന അവസാനം ഒരു മന്തിക്കട കണ്ട് മന്തി കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കണതിൻ്റെ പട്ടിഷോയാണ് ഈ കാണുന്നത്. നല്ല മന്തിയായിരുന്നു. കടയുടെ പേരൊന്നും ഓർക്കണില്ല. കുഴിമന്തി ഇത് കണ്ടപ്പോൾ തന്നെ ചാടിക്കയറിയതാണ്. പിന്നെ നമ്മൾ മാർക്കറ്റിലോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട്. മാർക്കറ്റ് റോഡ് വഴിയാണ് പോയത്. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറി. അവിടുത്തെ ചേട്ടന്മാരൊക്കെ ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു സർപ്ലസ് സ്റ്റോറും കൂടെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങോട്ട് കയറി. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വീട്ടിലോട്ട് കയറണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ബൈ.